ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാം. ഓതുവോ? ഒറ്റ ആയത്ത്. അൻ അബി ഉമാമത്ത് അൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി നിവേദനം ചെയ്യുന്ന ഹദീസ്. ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. മലക്കുകളും അല്ലാഹുവും സാക്ഷിയാ. ഒക്കണമെങ്കിൽ നല്ലതുപോലെ ഒക്കിക്കുക. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ കുർസിയ്യു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ആയത്തുൽ കുർസി ഓതാൻ അറിയോ? ഈ ഒരൊറ്റ ആയത്ത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണമല്ലാതെ ഒരു മറയില്ല. ഈ ആയത്ത് ഓതുക, മരിക്കുക, സ്വർഗത്തിൽ പോകുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറ. ഈ ഉസ്താദ് കൊള്ളാട, നിസ്കരിക്കൊന്നും വേണ്ട, ഒരായത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാമെന്ന് ചിലർക്കൊക്കെ തോന്നും. മോനെ, നിന്നെ വിറ്റ കാശ് അല്ലാടത്തുണ്ട്. ഇതെപ്പോഴാ ഓതേണ്ടത്? 5 നേരം നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഓതണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നോത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് വഴുതു പറയാനൊന്നും അറിയില്ലടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത്. മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ ഇങ്ങനെ പറയും. താഴെ ഇറങ്ങിയിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ജിന്ന് വല്ലതും കൂടാറുണ്ടോ എന്ന്. മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണതല്ല. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദാണെങ്കിലും ബാക്കവി ഉസ്താദൊക്കെ ആണെങ്കിലും വലിയ അറിവുള്ളവരാ, മുദരിസീങ്ങളാ, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ മേഖലകളിലേക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദന്മാരും നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും, ഞാൻ വഴുതു പറയുന്നത് അല്ലാഹ് നിങ്ങളെ ഒന്നും നന്നാക്കാനല്ല. ഞാൻ എൻ്റെ സംസാരത്തിൽ ഇടപാടാ പോകണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളാരെയും നന്നാക്കാനല്ല വഴുതു പറയുന്നത്. അതിനെൻ്റെ ആവശ്യമില്ല. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര്. നിങ്ങൾ ഇത്ര എണ്ണം ഇവിടെ ഇരിക്കുന്നു, 40 പേരിൽ കൂടുതലുണ്ട്. ഒരാളുടെ ആമി മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ചിരിച്ചോണ്ട് പറയരുത്, ഇഖ്ലാസോടെ പറ. നിങ്ങളുടെ ആമീനിലെ എൻ്റെ തലവിധി ഇരിക്കുന്നു. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. ഒരാൾ തുണി കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്നത് കയ്യ, പിന്നെ തുണി വെളുക്കത്തുള്ളൂ. അപ്പം ഞാൻ എനിക്ക് നന്നാകാനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും ഒരു വാക്ക് ആരെയും വേദനിപ്പിക്കാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും വന്നുപോയാൽ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് മാറ്റി വെച്ചേക്കരുത്. പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ് എന്നർത്ഥം. ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ പറയാം, അല്ലേ നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നോക്കണ്ട, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ മതി. എനിക്ക് പൊരുത്തം വേണം. കാരണം എൻ്റെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഇവിടെ പൊരുത്തം ചോദിക്കാൻ ആരുമില്ല. പൊരുത്തപ്പെടൂലേ? എനിക്ക് ഇൻഷാ അല്ലാഹ് വേണ്ട. പൊരുത്തപ്പെടൂലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു പൊറുത്തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 5 കാര്യം പറയാൻ വന്നു. 2 എണ്ണം പറഞ്ഞപ്പോൾ 12 മണിയായി. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു ആയുസ് തന്ന ഇതുപോലെ കൂടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങളൊക്കെ പറയണം. ഈ ദുആ പറഞ്ഞാലുള്ള പ്രതിഫലം, നാളെ സുബഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാൽ നീ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞൂടെ? എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? അപ്പൊ അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ അല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കാശുണ്ടോ? കച്ചവടം ഉണ്ടോ? മക്കളൊക്കെ റാഹത്താണോ? ഭാര്യ എങ്ങനെയുണ്ട്? ഇത് മതി രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് മതി. ഇതാ വഴത്. ഈ ഒരൊറ്റ അൽഹംദുലില്ലാഹ് മതി. കടയിൽ കച്ചവടം ഉണ്ടോടാ നീ ചോദിക്കുമ്പോൾ ഉണ്ട്. അളിയ നല്ല കച്ചവടമാ, നല്ല കാശുണ്ടോടാ, കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കണോ വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ലാഹ്. ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ എത്തിങ്ങാനയിലായിരിക്കും, ഇവന് മാത്രം പിന്നെ മുട്ട കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ?
വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? ആമിനാത്തായ വഴി വെച്ച് കാണാൻ അയൽവാസിയെ ആയിഷ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ആമിന? ഒന്നുമില്ലടി ഇക്കാക്ക്, ആകെ പ്രശ്നമാ, പഴയതുപോലെ പൈസ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ട് പ്രയാസം. അയ്യോ. അപ്പൊ ആമിനാത്ത മനസ്സിൽ വിചാരിക്കും, ഒരുത്തി എത്തിങ്ങാനേലായി, മനസ്സിലൊരു സന്തോഷം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി? അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോഹരമായൊരു പള്ളിയൊക്കെ പണിതു. ഉസ്താദ് 15 ലക്ഷം വലിയ കടമുണ്ടെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ. അതൊന്നും ഇല്ലടോ, ഞാൻ മടക്ക പള്ളി കോടിക്കണക്കിന് രൂപയുടെ എങ്കിൽ അൽഹംദുലില്ലാ ഉദ്ഘാടനം കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. കടമുള്ള പള്ളിയെ അള്ളാഹു ആ കടം പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ളൊരു വഴി തുറന്നു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണ്ടേ? വേണോ? നല്ല മരണം വേണോ? വേണം. ഒന്ന് കൈപൊക്കി പാസ്സായിക്കേ. ലാസ്റ്റ് പൊക്കല. ശരി, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ചോദിച്ചത് എന്താണെന്ന് അറിയത്തില്ല, പൊക്കിയല്ലാണോ? ഈ ചോദിച്ചതിന്റെ വലുപ്പം അറിയത്തില്ല. പണ്ട് ചോദിച്ച പോലെ ഉപ്പാപ്പ കുഞ്ഞിനോട് പറഞ്ഞ പോലെ, ആന ചോദിച്ചു കിട്ടിയാ കിട്ടിയില്ലേ പോട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ കൈവക്കിയില്ല. അവരെന്താ ചോദിച്ചെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, വെള്ളിയാഴ്ച രാവിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടങ്ങളൊക്കെ വീട്ടി തൗബ ചെയ്ത് വുളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് പടച്ചവനെ, ഷഹീദിനെ പോലെ മരിക്കണമല്ലാ. നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശം വേണം, ചുണ്ടിൽ പുഞ്ചിരി വേണം, റൂമിനകത്ത് സുഗന്ധം വേണം. 15 കാര്യമാണ് ചോദിച്ചത്. 15 കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. തളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുകയെന്ന് സങ്കല്പിക്കുക. തളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുമ്പോ പയ്യന്നൂരേക്ക് പോകുന്ന ഒരു ബസ് കണ്ടു. ചാടി ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി പോയി ഇരുന്നു. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടക്ടർ നിന്റെ അടുക്കലേക്ക് വരാൻ സമയമാകുമ്പോ ദുആ ചെയ്യുകയാണ്, പടച്ചോനെ എന്നെ നീ കണ്ണൂരെത്തിക്കണേ എന്ന് ദുആ ചെയ്താ എത്തുവോ? കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നീ അള്ളാനോട് പറയുന്നു, പടച്ചോനെ എനിക്ക് നല്ല മരണം തരാന്, നീ എന്നാ ചെയ്തട്ടാ കാക്ക? നമ്മളൊക്കെ ചെയ്ത ഒരു നന്മ പറഞ്ഞ് നിസ്കരിക്കാറുണ്ട് നമ്മൾ, ഇല്ലേ? നിസ്കരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിച്ച ഇന്ന ആഴ്ത്തേനെയും കുൽഹു അല്ലാഹി കാണാൻ ആളുണ്ടെങ്കിൽ വലിയ സൂറത്ത്. ഇതാണ് നമ്മുടെ നിസ്കാരം. ആ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് കെട്ട് നിസ്കാരം ഉണ്ടോ? എനക്കാല് ഹൗഫുള്ള ഒരാളെ ദുനിയാവി കാണൂല. 4 പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു നിസ്കാരം, ഇല്ലെങ്കിൽ കുൽഹു അല്ലാഹ് അടിച്ചിട്ട് ഓടുന്നവനാണ്. എന്നാ കാക്ക മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നത്? ഒന്നുമില്ലടാ, രാവിലെ 3 മണിക്ക് എഴുന്നേക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുബഹി വരെ ഇരുന്ന് ഖുർആൻ ഓതും, എനിക്ക് ഉറക്കം വരത്തില്ല. പോയി കിട്ടി, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് പോയി. എന്താ ആമിനാത്ത ക്ഷീണിച്ചു പോയത്? എടി എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാടി എനിക്ക്, ഞാൻ എത്ര വർഷങ്ങളായിട്ട് പിടിച്ചോണ്ടിരിക്കുക. പോയി കിട്ടി. വാട്സപ്പിൽ ഫോട്ടോ വരുവോ, ഫ്ലക്സ് വെക്കുവോ, ഞാൻ പൈസ തരാം, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ. ഇതാ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹു നല്ല മരണം തരുന്നത്? എന്റെ പൊന്ന് കാക്കാമാരെ, ഒരെണ്ണമെങ്കിലും ചെയ്തു പോയി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. 100 കണക്കിന് നന്മകളൊന്നും വേണ്ട, ഒരു നന്മയെങ്കിലും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും എടുത്ത് സദഖ കൊടുത്തു. ആയിഷ പെട്ടെന്ന് എടുത്തുകൊണ്ടുവാ ആയിഷ, ഇന്ന സ്ഥലത്ത് 6 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. നബി തങ്ങൾ കയ്യിൽ വെച്ചിട്ട് കരയുകയാ, അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ വെച്ചിട്ട് കരയുകയാ. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഇതെന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അല്ലാഹുവോട് ഞാൻ എന്തു പറയും? ആയിഷ നീ കൊണ്ടുപോയി പാപങ്ങൾക്ക് കൊടുക്ക്. നബി തങ്ങൾ കൊടുത്തു വിട്ടടോ. അവസാനത്തെ ദിർഹവും സദഖ കൊടുത്തു പെങ്ങളെ. പിറ്റേ
ദിവസം റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് സലാം പറയുകയാ. അസ്റായിൽ സലാം പറഞ്ഞു കേറി വന്നു. നബി തങ്ങളോട് അനുവാദം ചോദിച്ചു. അവിടുന്ന് റൂഹ് പിടിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അസ്റായിലേ എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ. ആരാടോ ചോദിക്കുന്നത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് വേദനിക്കുന്നു അസ്റായീലേ. വാപ്പാ, മരണത്തിന് വേദനയുണ്ട് വാപ്പാ. കോഴി അറുത്തിടുമല്ലോ, കോഴി കാലിട്ടടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു, തലയിട്ടടിക്കുന്നു, തുള്ളിച്ചാടുന്നു. കോമഡി കേട്ടിട്ടല്ല വാപ്പാ, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കോഴി കിടന്നങ്ങനെ പിടയുന്നത്, ഉളുഹിയ മൃഗം കിടന്ന് പിടയുന്നത്. ആ പിടയുന്നത് പോലെ പിടയാനുള്ള അവസരം പോലും അല്ല നമുക്ക് തരില്ലല്ലോ. ഉമ്മമാരേ, പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല. നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും 4 നേഴ്സുമാര് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കാനുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രസവം. വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000. 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്നാ റൂഹ് പിടിക്കാൻ. ഒന്ന് ചിന്തിക്കടോ, 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹിങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഒന്ന് കൈയിട്ടടിക്കാൻ, ഒന്ന് കാലിട്ടടിക്കാൻ, ഒന്ന് ചലിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരുമല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ മോനെ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, എഴുന്നേക്കും തിരിച്ചു കിടക്കും. വേദന സഹിക്കാൻ കഴിയാതെ അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബി തങ്ങൾ മുഖത്തൊഴിച്ചിട്ട്, ആയിഷാ ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. നിബിതങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ ഈ മരണം നമ്മളെ തേടി വരുമല്ലോ. ഇവിടെ ഇരിക്കുമ്പോഴാണോ, പോകുമ്പോഴാണോ, വീട്ടിലാണോ, റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, പള്ളിക്കകത്താണോ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായം വേണ്ട. അസുഖം വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ക്യാൻസറും ട്യൂമറുമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا لا دهري. രാവിലെ ജോലിക്ക് പോയ വാപ്പയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചില്ലേ ചെറുപ്പക്കാരാ? രാവിലെ പോയ ഉപ്പാനെ വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നില്ലേ? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, പിന്നെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ. മോനെ, ക്യാൻസർ പിടിച്ച വാപ്പ വീട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു രോഗവുമില്ലാത്ത മകനങ്ങ് പോയില്ലേ? ഇതാണോ മരണമെന്ന് പറയുന്നത്? ഖുർആൻ പറഞ്ഞത് വിവാഹം കഴിച്ച സമാധാനം കിട്ടുമെന്ന്. ഉണ്ടോ തത്തമാരെ? വീട്ടിൽ അടിച്ചു പൊളിച്ച് നടന്ന നീ എന്ന് ഈ ചങ്ങായിയുടെ കൂടെ കൂടി അന്നത്തോടെ പോയെന്ന് പറയുന്നവരാണ്. എന്തേ അതിന്റെ കാരണം? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലെ യഥാർത്ഥത്തുള്ള സത്യത്തിൽ നമ്മുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീടിനകത്തിരുന്നിട്ട് ഒരാൾ കരയുന്നുണ്ട്. അതാ ഒരു കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്നുണ്ട്. നബിതങ്ങൾ പറയുകയാ, 5 സ്ഥലങ്ങളിലിരുന്ന് 5 കാര്യങ്ങൾ കരഞ്ഞാൽ ആ തേങ്ങല് നല്ലതല്ലടോ.
ആ തേങ്ങല് നല്ലതല്ലടോ, നാശമാണ്, നാശമാണ്. ആ 5 സ്ഥലങ്ങളിൽ 5 പേരിരുന്ന് കരഞ്ഞാ നല്ലതല്ല. പ്രിയപ്പെട്ട സഹോദര, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് നിങ്ങളൊരു പള്ളി കെട്ടി. കാണാൻ എന്ത് മനോഹരമാണ്. മനോഹരമായ രീതിയിൽ നിങ്ങളൊരു പള്ളി കെട്ടിയടോ. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ആ പള്ളിയിരുന്ന് കരയുമടോ. ആ പള്ളി കരഞ്ഞ ഈ മഹല്ലുകാരറിയുമടോ. പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയും. കൊറോണ വന്നപ്പോ കിറ്റും കാത്തിരുന്നത് ഓർമ്മയുണ്ടോ? അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അന്ന് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോ ഏതെങ്കിലും പാർട്ടിക്കാര് കൊണ്ടുവരുന്നുണ്ടോ? അല്ലാ, ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നില്ലേ? പള്ളി കരഞ്ഞ ഈ നാട്ടുകാരറിയും. കരയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി. പള്ളി പണിത് അൽഹംദുലില്ലാ, ഞാനും ഞങ്ങളുടെ അവിടെ വലിയ പള്ളിയൊക്കെ ഉണ്ട്. നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയും. പിന്നെ ഈ നാട്ടുകാർക്ക് പണി കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളി അലങ്കരിക്കേണ്ടത് ആ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചിട്ട് അലങ്കരിക്കും. അല്ലാതെ 2 സപ്പിന് എന്തിനാ വലിയ പള്ളി? വെള്ളിയാഴ്ച മാത്രം കയറുന്നവൻ എന്ത് പള്ളി? അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ആ പള്ളി പണിയാൻ ആരൊക്കെ സദക്ക കൊടുത്തു, അള്ളാഹുർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. 2, നിങ്ങൾ പള്ളിയൊന്നും ഇല്ലല്ലോ ഉസ്താദ്, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകും, മയ്യത്ത് കൊണ്ടുപോകും നിസ്കരിക്കാൻ. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സിറാജ് ഉസ്താദ്, നബിദിനത്തിന് ഈ നബിദിനൊക്കെ വരുമ്പോൾ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന്. ഞാൻ ഒരൊറ്റ വാക്ക് പറയത്തില്ലല്ലോ. അവൻ അറിവില്ല എന്നിട്ടാണോ? ഈ നബിദിനം കടന്നു വരുമ്പോ പാപങ്ങൾക്ക് പറയാൻ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നബിദിനമൊക്കെ കടന്നു വരുമ്പോ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ ഇങ്ങനെ വിദഅത്ത് പറയണ ആ ചങ്ങാതിക്ക് മറുപടി പറയാൻ നമ്മൾ ഇതിനെ സമയം കളയുന്ന വേറെ പണിയില്ല. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. പണ്ട് കടുവയും കഴുതയും തമ്മിൽ അടികൂടി. ഒരു കഥയുണ്ട്. പുല്ലിന്റെ നിറം എന്താടോ? പുല്ലിന്റെ നിറം എന്താ? പുല്ലിന്റെ നിറം എന്താ? പച്ച. കഴുത പറയുക മഞ്ഞയാണ്. കഴുത പറയുന്ന പുല്ലിന്റെ നിറം മഞ്ഞയാ. കടുവ പറഞ്ഞു, എടാ കഴുത പച്ചയാടാ. മഞ്ഞയാ. എത്ര പറഞ്ഞിട്ട് ഈ കഴുത കേൾക്കണില്ല. കടുവയ്ക്ക് ഹാലിളവി കൊടുത്തു 4 എണ്ണം കഴുതയ്ക്ക്. കടുവയ്ക്ക് ദേഷ്യം വന്നിട്ട് കഴുത എടുത്തിട്ട് അങ്ങ് ചാമ്പി. അവസാനം സിംഹരാജാവിന്റെ മുമ്പിൽ കേസെത്തി. കഴുത കരഞ്ഞോണ്ട് പോയി പരാതി പറഞ്ഞു. സിംഹരാജാവിന്റെ മുമ്പിൽ കഴുത എന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു, ഈ കടുവ എന്നെ തല്ലിയെന്ന്. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ പറ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? അപ്പൊ കടുവ പറഞ്ഞു, എന്റെ പൊന്നാര രാജാവേ, പുല്ലിന്റെ നിറം പച്ചയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കഴുത എത്ര പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഇവൻ മഞ്ഞയാ മഞ്ഞയാ മഞ്ഞയാന്ന് പറഞ്ഞ് നിൽക്കുക. സാഹി കെട്ടിട്ട് തല്ലിയതാ. അപ്പൊ കടുവ എല്ലാം പറയുന്നത് കേട്ടിട്ട് സിംഹരാജാവ് അവസാനം ജഡ്ജിമെന്റ് വിധിച്ചു, കടുവയ്ക്ക് 10 തല്ലു കൊടുക്കാൻ. അപ്പൊ കടുവ രാജാവിനോട് ചോദിച്ചു, പുല്ലിന്റെ നിറം പച്ചയല്ലേ സാറേ, ഇവൻ പറഞ്ഞതല്ലേ തെറ്റ്, ഇവനെ തല്ലുന്നതിന് പകരം എന്നെ എന്തിനാ തല്ലണേന്ന്. അപ്പൊ സിംഹരാജാവിനോട് സിംഹരാജാവ് കടുവയോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ വിവരമില്ലാത്ത കഴുത മഞ്ഞയാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇവനോട് സംസാരിച്ച് സമയം കളഞ്ഞത്? അതിനാ നിനക്ക് തല്ല്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനകത്തുണ്ടല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്താ? തകഴിട്ടതാണോ? മുട്ട കുഴിച്ചിട്ടതാണോ? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങളുടെ വീടിനകത്തിരുന്നിട്ടൊരാൾ കരയുന്നതാ. ആരാ കരയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇല്ലേ? 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 ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ആ ഖുർആൻ കൈകൊണ്ട് നിങ്ങൾ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയും. ആ കണ്ണുനീര നിന്റെ സന്തോഷം മുഴുവനും തകർത്ത് കളഞ്ഞത്. നിന്റെ വീട്ടിലെ സർവ്വതും തകർക്കാൻ കാരണം ആ ഖുർആനിന്റെ കണ്ണുനീര. അള്ളാഹു നമുക്കത് തുടയ്ക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബ വീടുണ്ടല്ലോ, ജനിച്ചു വളർന്ന ഒരു വീട്, അന്നൊറ്റ ഒരു ചിലപ്പോൾ ഒരു ഓല ഷെഡ, ഒരു ചെറിയ ഒരു ഷെഡ, അടുക്കളയും ബെഡ്റൂമും ഭക്ഷണം കഴിക്കുന്ന റൂമും നിസ്കാര റൂമും എല്ലാം അത് തന്നെയാണ്. ആ ഒരു കുടുംബ വീട്ടിലുണ്ടായിരുന്ന ഒരു സന്തോഷം ഇപ്പൊ നിങ്ങൾ പണിത ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പണിത വീട്ടിലുണ്ടോ? സത്യം പറ, ഉണ്ടോ? ഉണ്ടോ താത്താമാരെ? ഇല്ല. എന്തുകൊണ്ട്? എടാ, നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉദുവെടുത്ത് നിസ്കാരപ്പായിലിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉമ്മ വന്നിരുന്ന് ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, ഖുർആൻ എടുത്തു. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മമാര് ഓതുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മ വാഖിയ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും, സൂറത്തു റഹ്മാൻ ഓതും, സൂറത്തു സജദ ഓതും, സൂറത്തു യാസീൻ ഓതും. ഇപ്പൊ പുതിയ വീട്ടിൽ നമ്മുടെ പെണ്ണും പിള്ള മഗ്രിബ് കഴിഞ്ഞാൽ റിമോട്ട് എടുക്കും, ഏഷ്നെറ്റ് വെക്കും, മലയാള മനോരമ വെക്കും, സൂര്യല് വെക്കും, പടച്ചവനെ കൈരളി വെക്കും, റിമോട്ട് നെക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ ബർക്കത്തുണ്ടാകാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ വാഖിയ നിങ്ങൾ നോക്കടോ. പണ്ട് ഉപ്പ എങ്ങനെയാ പെങ്ങളെ കെട്ടിച്ചത്? പള്ളിന്ന് പിരിവെടുത്തിട്ടാ. നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചല്ലോ പണ്ട്. വാപ്പ ഗൾഫുകാരനായിരുന്നോ? കൂലിപ്പണിക്കാരനായ നിങ്ങളുടെ വാപ്പ എങ്ങനെ നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചത്? പിരിവെടുത്തിട്ടായിരുന്നില്ല. വാപ്പയ്ക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ നടന്നു. നബിതങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം ചെന്നിട്ട് കെട്ടിക്കാറായ പെൺമക്കളുണ്ടല്ലോ, ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺമക്കളുടെ കയ്യിൽ ഖുർആൻ കൊടുത്തിട്ട് പറ സൂറത്തുൽ വാഖിയ പഠിക്ക്. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനല്ല പഠിപ്പിക്കേണ്ടത്. ആദ്യം മക്കളോട് പറ സൂറത്തുൽ വാഖിയ പഠിക്കാൻ. ആ വാഖിയ നിന്റെ വീട്ടിൽ നിർബന്ധമാക്ക്. നിനക്കൊരിക്കലും അല്ലാഹു ദാരിദ്ര്യം തരില്ല. അതായിരുന്നു പണ്ടത്തെ വീട്. സൂറത്തുൽ മുൽക്ക്, ആ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം പള്ളിക്കുഴി പോകുമ്പോൾ കാണാം. അത് ഖബറിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ പരിശുദ്ധമായ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്ത ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ചരിത്രമുണ്ട് പെങ്ങള്. സൂറത്തു റഹ്മാൻ ഓതിയപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നതിന് തെളിവുണ്ട്. അപ്പൊ അതായിരുന്നു ഉമ്മമാർ ഓതിയിരുന്നത്. അതുകൊണ്ട് റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്യുമായിരുന്നു. പടച്ചവനെ സൂറത്തു സജദ ഉംറ ചെയ്ത കൂലിയാ, ഉംറ ചെയ്ത കൂലിയാ. സൂറത്തു യാസീൻ എന്തിനോദിയോ? പടച്ചവനെ നീ എന്തിനു വേണ്ടിയാണ് യാസീൻ ഓതുന്നത്? ആ അല്ലാഹു നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരികയാണ്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്ത മരണ വീട്ടിൽ യാസീന, പടച്ചവനെ കല്യാണ വീട്ടിൽ യാസീന, എവിടെ പോയാലും യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നല്ലോ. ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ ഇന്ന് വഅദ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് വെളിയിൽ നിന്ന് ഉളുവെടുത്തിട്ട് നിന്റെ വീടിനകത്ത് കയറിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയൊന്ന് തുടയ്ക്കണേ, ഒരു ചുംബനം കൊടുക്കണേ. ആ കണ്ണുനീര് തുടച്ചാ നിന്റെ വീട്ടിൽ സമാധാനം വരികയാ, സന്തോഷം വരികയാ, റഹ്മത്തിന്റെ മലക്ക് വരികയാ, സ്നേഹബന്ധം ഉണ്ടാവുകയാ, ഹൃദയങ്ങൾ അടുക്കുകയാ. പടച്ചവനെ വീട് തന്നെ സ്വർഗമാവുകയാ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. ഖുർആൻ വീടിനെ കുറിച്ച് പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമാണെന്നാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന ചെറുപ്പക്കാരോട് പറയുന്ന മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കടാ. നിന്നെ കൊണ്ട് കഴിയുന്നത്ര നീ ഖുർആൻ ഓത്. മക്കളെ ഒരു ദിവസമെങ്കിലും ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടു. ഖത്തം ഓതാൻ ഞാൻ പറയുന്നില്ല, ബഖറ ഓതാൻ ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് 114 സൂറത്തുകൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സൂറത്ത് ഓത് മോനെ. സമയമില്ലേ? ഒരായത്തെങ്കിലും നീ ഖുർആൻ നോക്കിയിട്ടും നോത്. ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ആയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതാൻ തീരുമാനിക്കൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഉസ്താദേ, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല എന്ന് പറയുന്ന പെങ്ങന്മാരുണ്ടല്ലോ. പടച്ചവനെ, പണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്നിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇടവഴിയിലൂടെ നടന്നു പോയാ റോഡിലൂടെ പോകുന്നവർക്ക് കേൾക്കാം വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്ന് സീരിയലിന്റെ ശബ്ദമാ. പ്രായം ചെന്ന ഉമ്മ പോലും, ഉമ്മ നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് സങ്കടമാവുമ്മ. പ്രായമായ നന്നാകുമല്ലോ, പ്രായമായ മനുഷ്യര് നന്നാകുമല്ലോ. 40ഉം 50ഉം വയസ്സായിട്ടും ഈ വയസ്സാങ്കാലത്ത് നീ നന്നാകാത്തതെന്തേ ഉമ്മ? മുടിയൊക്കെ നരച്ചു പോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ഈ പ്രായമുള്ള നീ ഇനി എന്ന് നന്നാകാനാ ഉമ്മ? പടച്ചവനെ, കബറിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നത്. കള്ള് കുടിക്കുന്നവന്, നിത്യമായി കള്ള് കുടിക്കുന്നവന് കുടിക്കാതെ വന്ന കൈകാല് വിറയ്ക്കും. മഗ്രിബിന്റെ സമയത്തെങ്ങാണ് കരണ്ട് പോയാ ഉമ്മമാർക്ക് ടെൻഷനാ. സീരിയലിന്റെ അടിമകളായി പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയോ മഹദിമാര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ. ആ ഫാത്തിമ കിടക്കുന്ന സ്വർഗം നിനക്ക് വേണോ പെങ്ങള്? ഖദീജ ഉമ്മ കിടക്കുന്ന, ആയിഷ ഉമ്മ കിടക്കുന്ന, പടച്ചവനെ ഒരുപാട് മഹദിമാര് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. സീരിയല് കണ്ടിട്ട് കഞ്ചാവിനടിമയാകുന്നത് പോലെ, മയക്കുമരുന്നിനടിമയാകുന്നത് പോലെ അത് കണ്ട് കണ്ട് ആയുസ് കളയാതെ മഹദിമാരുടെ ചരിത്രം വായിക്കുമാ. ഞാനൊരു മഹദിയെ നിനക്ക് പറഞ്ഞു തരാ. സിനിമ നടിയായിരുന്നില്ല, സീരിയൽ നായികയായിരുന്നില്ല, പിന്നെ ആരായിരുന്നെന്നറിയുവോ? മഹദി നഫീസത്തുൽ മിസ്രിയ. എന്റെ ഉമ്മയ്ക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എന്റെ പെൺമക്കൾക്ക്, എന്റെ സഹോദരിമാർക്ക് നഫീസത്തുൽ മിസ്രി ആരാണെന്ന് ചില പറയണമെന്നില്ല. എങ്കിലും വായിച്ചു നോക്കള്. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം വായിച്ചു നോക്കൂ പെങ്ങള്. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേട്ടപ്പോ കരഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് വീണ മഹദിയാ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ആ ഖബറിനെ കുറിച്ച് ഓതുന്ന പറയുന്ന സൂറത്ത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ബോധം കെട്ടി വീഴുകയാണ്. കരഞ്ഞു കരഞ്ഞു വഅദിന്റെ സദസ്സിൽ വീഴുകയാണ്. എല്ലാവരും പോയടോ. നഫീസത്തുൽ മിസ്രിയയ്ക്ക് ബോധം തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ, വീടിന്റെ വാതിലടച്ച് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്നു സ്വന്തം വീടിനകത്ത് ഖബർ കുടിക്കുകയാ. കണ്ടിട്ടുണ്ടോ പെങ്ങള്? ധൈര്യമുണ്ടോ മോള്? ഖബർ കാണാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ പാതിരാത്രിയിൽ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. പടച്ചവരെ, പകല് മുഴുവനും നോമ്പാ, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബർ കുഴിക്കുകയാണ്. ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ ഓടിച്ചെന്ന് ഒതുവെടുത്തിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. തന്റെ വീടിനകത്ത് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങി മുസല്ല വിരിച്ചിട്ട് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് മഹദി നിസ്കരിക്കുകയാണ്. പടച്ചവരെ, പരിശുദ്ധമായ ഖുർആനും ഒരു കയ്യിൽ വിളക്കും പിടിച്ചുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പാരായണം ചെയ്യുകയാ. പെങ്ങളെ,
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖബറിനകത്തിരുന്ന് 6000-ഓളം പ്രാവശ്യം ഖബറിനകത്തിരുന്നിട്ട് ഖത്തമോതുകയാ. 6000 ഖത്തമോതുകയാണ് നഫീസത്തുൽ മിസ്രിയ. പെങ്ങളെ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്തേതാ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ബോധം കെട്ട് ഖബറിനകത്ത് വീഴുകയാ. ഇത് സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ആൾക്കാർ എഴുതി വെച്ച തിരക്കഥയല്ല. പടച്ചവനെ, നഫീസത്തുമാലയെടുത്ത് വായിച്ചു നോക്കുമ്മാ. അങ്ങനെ പടച്ചവനെ എല്ലാ ദിവസവും നോമ്പാട്, രാത്രിയിൽ ഉറങ്ങാറില്ല. അങ്ങനെ എല്ലും തോലുമായി രോഗം പിടിച്ചിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ ഈജിപ്തിലെ പെണ്ണുങ്ങൾക്ക് എന്ത് സൗന്ദര്യമെന്നറിയോ? പടച്ചവനെ, എന്നും അവിടുത്തെ രാജകുമാരിയാണ്. അവിടുത്തെ മക്കാബിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഖബറടമാട് നഫീസത്തുൽ മിസ്രിയ. ആ നഫീസത്തുൽ മിസ്രിയ രോഗം പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ കുടുംബക്കാര് പറയുന്നു, നഫീസ, എന്തു കോലമാ നഫീസ, തൊലിയൊക്കെ കറുത്തുപോയി നഫീസ, എല്ലും തോലുമായി നഫീസ, ഇതെന്തൊരു കോലമാ. നിനക്ക് ഇടവിട്ട് നോമ്പ് പിടിച്ചാ പോരെ? നിനക്കും ഉറങ്ങിക്കൂടെ നഫീസ? ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയോട് തന്റെ കുടുംബക്കാര് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. ഈ നഫീസത്തുൽ മിസ്രിയക്ക് 2 ആഗ്രഹമുണ്ട്. 30 കൊല്ലം ഖബറിനകത്തിരുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവോട് ചോദിക്കുന്നത് 2 മോഹമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, അവിടുത്തെ മോഹം എന്തായിരുന്നെന്നറിയോ? ഉപദേശിക്കാമെന്നവരോട് നഫീസത്തുൽ മിസ്രിയ പറയുകയാ, 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത്, റബ്ബേ, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് നോമ്പുകാരിയായി മരിക്കണം തമ്പുരാന്. 2 ഖുർആൻ ഓതി മരിക്കണമല്ലാ. 30 കൊല്ലത്തെ മോഹമാ. പെങ്ങളെ, നിനക്കിത് തിരിയണമെന്നില്ല. പടച്ചവനെ, വീഡിയോയെടുത്ത് റീൽസ് എടുത്ത് യൂട്യൂബിലിട്ടിട്ട് ലൈക്ക് തണ്ടുന്ന ഉമ്മത്തിനത് തിരിയില്ല പെങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി മരിക്കണം. 30 കൊല്ലത്തെ അഭിലാഷമാണ്. കുടുംബക്കാര് പരാജയപ്പെട്ടു പോയടോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പടച്ചവനെ തന്റെ മരണമെടുക്കുകയാണ്. പടച്ചവനെ അവിടുന്ന് പോയി ഉതുപെടുക്കുകയാ, അവിടുന്ന് കുളിക്കുകയാ. നല്ലതുപോലെ കുളിച്ച് വൃത്തിയാക്കി പടച്ചവനെ കഫം തുണിയും എടുത്തുകൊണ്ട് വന്ന് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രിയ കിടക്കുകയാ. അല്ലാഹുവേ, അതാ വീട്ടിലേക്ക് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. നഫീസ, അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. നഫീസ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. 30 കൊല്ലം പടച്ചവനോട് ദുആ ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ്. പടച്ചവനെ, നോമ്പുകാരിയായി മരിക്കണം. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. പടച്ച റബ്ബേ, അല്ലാ, രണ്ടാമത്തെ ആഗ്രഹം ഖുർആനോദി മരിക്കണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിന്റെ ആയത്താടോ പാരായണം ചെയ്തത്. എന്നിട്ട് പടച്ചവനെ മരണത്തിന് തയ്യാറാവുകയാ, മുഖമങ്ങ് മറയ്ക്കുകയാ.
ലോകത്തോട് യാത്ര പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയുള്ള മഹദിമാരുടെ ചരിത്രം വായിക്കും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വാപ്പമാരോട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഉസ്മാനേ നീ അവസാനമായി നീ ഖുർആൻ ഓതുന്ന സമയത്താ ഷഹീദാകുന്നത്. നിന്നെ കൊല്ലപ്പെടുന്നത് ഖുർആൻ ഓതുമ്പോഴാണ്. നീ അവസാനമായിട്ട് ഓതുന്ന സൂറത്തുൽ ബഖറയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ മുഴുവനും തന്റെ വീട് വളർന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് പൈജാമയും കമീസും ഇട്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അപ്പോഴാണ് ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുന്നത്. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്ത് കടന്നു വരുമ്പോ തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, ഉസ്താദേ തലയിൽ തുണിയിടുന്നതും ഇടാത്തതും എന്റെ അവകാശമാ, അവളുടെ ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. ഹിജാബ് ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ. പെങ്ങളെ തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള് സ്വന്തം ഭാര്യമാരും സ്വന്തം മക്കളും തലമറയ്ക്കാതെ നടക്കുമ്പോ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഹാജിയാരേ, നിസ്കാരത്തടമ്പുണ്ട്, താടിക്ക് നീളമുണ്ട്, തലയിൽ തൊപ്പിയുണ്ട്, നീ പള്ളിയിലെ പ്രസിഡന്റാ സെക്രട്ടറിയാ ഹാജിയാരാ, പക്ഷേ നിന്റെ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? വഅദിന് വരുമ്പോ ഹിജാബാ, വഅദിന് വരുമ്പോ ഫർദയാ, കല്യാണത്തിന് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? പെങ്ങളെ, കടയിൽ ചെന്ന് ഫർദ വാങ്ങുമ്പോൾ ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാ പെണ്ണേ? ഇറക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണണമല്ലോ. ഇതൊക്കെ അവകാശമാണെന്ന് പറയുന്ന പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീടിനകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ശത്രുക്കൾ വാതിലിന് തീയിട്ടു വീടിനകത്തേക്ക് പാഞ്ഞു കയറി വരുമ്പോ, കലാപകാരികൾ വീടിനകത്തേക്ക് കയറി വന്നപ്പോ, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നായില ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോ തലയിലെ തുണിയൊന്നു മാറുകയാ, മുടി പുറത്ത് കിടക്കുകയാ. ഉസ്മാൻ തങ്ങളെ ശത്രുക്കൾ വളഞ്ഞിട്ട് അവിടെന്ന് ഉസ്മാൻ തങ്ങളെ കൊല്ലുമ്പോ, വാളുകൊണ്ട് വെട്ടി നുറുക്കുമ്പോ ഉസ്മാൻ തങ്ങളെ വിളിച്ചു പറയുന്നു, നായില, എന്നെ ഇവര് കൊല്ലുന്നതിനേക്കാളും എനിക്ക് പേടി നിന്റെ തലമുടി ഇവര് കാണുന്നതാനായില്ല, തലമറക്കിനായില്ല, ഹിജാബിടനായില്ല. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാ പേടിയാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല വാപ്പാ. ഒരു കാലത്തും നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാ. ആ 3 വിഭാഗത്തിൽ ഒരാളാരെന്നറിയോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവരാ. നിന്റെ പെണ്ണിന്റെ, നിന്റെ മകളുടെ മുടിയുണ്ടല്ലോ, അത് ഔറത്തല്ലേ വാപ്പാ, അത് ഔറത്തല്ലേ ഉമ്മാ. പ്രായം ചെന്ന നിനക്കിപ്പോഴും മുടി പുറത്തിട്ട് നടക്കലാണ്, അത് അവകാശമാണെന്ന് പറയുമ്പോ തന്റെ ശരീരത്തിലേക്ക് വാള് കുത്തിയിറക്കുമ്പോഴും ഉസ്മാൻ തങ്ങളുടെ ഭാര്യയോട് പറയുന്നു, മോളെ നായില, തലമറക്കിനായില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല, നീ ഹിജാബിടനായില്ല. ബീബിയോട് പെടുന്ന പറയുകയാണ്, ഉസ്മാൻ തങ്ങളുടെ
ശത്രുക്കൾ അവിടെ നിന്ന് കൊല്ലുമ്പോ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങൾ നോക്കുകയാണ്, അള്ളാന്റെ ഖുർആനിലേക്ക് നോക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനേ, നീ അവസാനമായിട്ട് ഓതുന്നത് സൂറത്തുൽ ബഖറയാ. 137-ാമത്തെ ആയത്തിന്റെ മുകളിൽ നിന്റെ രക്തം വീഴും ഉസ്മാൻ, നിന്റെ രക്തം വീഴും ഉസ്മാൻ. തന്റെ മരണത്തോട് മുല്ലടിക്കുമ്പോഴും കയ്യിലിരുന്ന ഖുർആനിലേക്ക് ഉസ്മാൻ തങ്ങൾ നോക്കുകയാ. ആയത്തിന്റെ മുകളിലാ തന്റെ രക്തം വീണത്. നബിതങ്ങൾ പറഞ്ഞിരുന്നടോ, നബിതങ്ങൾ പറഞ്ഞിരുന്നടോ, ഇന്ന് ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്ന സ്വഹാബിയ സയ്യിദുനാ ഉസ്മാൻ ഇങ്ങനെ ജന്നത്തുൽ ബഖിയിലൂടെ നടന്നു പോകുമ്പോ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. ആ ഖബറിനകത്ത് കിടക്കുന്ന സ്വഹാബിയ സയ്യിദുനാ ഉസ്മാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്, ഖുർആനില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല, ഖുർആനിലേക്ക് മടങ്ങാതെ നിങ്ങൾ രക്ഷപ്പെടൂല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഖുർആനിലേക്ക് മടങ്ങിക്കോ. അതുകൊണ്ട് ഖുർആനിന്റെ ആൾക്കാര് അല്ലാഹുവിന്റെ ആൾക്കാരാ. പേടി വേണ്ട, പേടി വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടൂ. പെങ്ങളെ, മക്കളെ ഹാഫിളീങ്ങളാക്കൂ, മക്കളെ ആലിമീങ്ങളാക്കൂ. അടച്ചവനെ, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം, ഖുർആൻ പഠിച്ച ഒരു മകൻ ഉണ്ടാകണം. ഹാഫിളായവനെ തൊടാൻ ഉതുവെടുക്കണമല്ലോ. ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, ഖുർആൻ പഠിച്ചവനെ ഹാഫിളായവനെ തൊടണമെങ്കിൽ ഉതുവെടുക്കണമല്ലോ. അത്രയ്ക്കും മഹത്തമാ പെങ്ങള്. അതുകൊണ്ട് ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടൂ. അല്ലാഹുവേ, ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഖുർആനിന്റെ അഹ്ലുകാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 114 സൂറത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും എടുത്തു പാരായണം ചെയ്യണം. കാണാതെ ആരും ഓതണ്ട, ഓതുവാണെങ്കിൽ കണ്ടോതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഞാൻ നിർത്താം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 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 ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഞാനൊരായത്ത് പറഞ്ഞു തരാം. സൂറത്ത് പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരാ.